നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ഈരാറ്റുപേട്ടയിൽ ലക്ഷങ്ങളുടെ കള്ളനോട്ട് പിടികൂടിയ സംഭവം. അറസ്റ്റിലായ 3 പേർ റിമാൻഡിൽ. കള്ളനോട്ട് എത്തിച്ചവരെ കുറിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി. ഇളംകുളം പള്ളിക്കവലയിലുള്ള വെയിറ്റിംഗ് ഷെഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് 9 മാസം. വെയിറ്റിംഗ് ഷെഡ് മറിഞ്ഞു കിടക്കുന്നത് സമീപത്തെ സെന്റ് മേരീസ് LP സ്കൂളിന്റെ മതിലിലേക്ക്. വിദ്യാർത്ഥികൾക്ക് ഭീഷണി. കോട്ടയത്ത് ആകാശപാതയ്ക്ക് സമീപം ലോറിയിടിച്ച് വീട്ടമ്മയ്ക്ക് ഗുരുതര പരിക്ക്. ഗതാഗതക്കുരുക്ക് കുറയ്ക്കാൻ ആകാശപാത നിർമ്മിക്കുക തന്നെ വേണമെന്ന് കാൽനടക്കാർ. വാർത്തകൾ വിശദമായി. ഈരാറ്റുപേട്ടയിൽ 2 ലക്ഷത്തിലധികം രൂപയുടെ കള്ളനോട്ടുമായി യുവാക്കൾ പിടിയിലായ സംഭവത്തിൽ ഇവർക്ക് കള്ളനോട്ട് എത്തിച്ചവരെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കള്ളനോട്ടിന് ഇടനിലക്കാരനായ അബ്ദുള്ള ഒളിവിലാണെന്നാണ് സൂചന. അതേസമയം അറസ്റ്റിലായ 3 പേരെ കോടതി റിമാൻഡ് ചെയ്തു. ഈരാറ്റുപേട്ടയിൽ 2 ലക്ഷത്തിലധികം രൂപയുടെ കള്ളനോട്ടുമായി 3 യുവാക്കൾ പിടിയിലായ സംഭവത്തിൽ ഇവർക്ക് കള്ളനോട്ട് എത്തിച്ചവരെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഈരാറ്റുപേട്ട കാരക്കാട്ട് ഭാഗത്ത് വാടകയ്ക്ക് താമസിക്കുന്ന CA അൻഷൽ നടക്കൽ മുണ്ടക്കൽ പറമ്പ്, വെട്ടിക്കാട്ട് അൻവർ ഷാജി, നടക്കൽ കിഴക്കാവിൽ KS ഫിറോസ് എന്നിവരെ ഈരാറ്റുപേട്ട പോലീസ് ചൊവ്വാഴ്ച വൈകിട്ട് അറസ്റ്റ് ചെയ്തിരുന്നു. കോടതിയിൽ ഹാജരാക്കി ഇവരെ റിമാൻഡ് ചെയ്തു. അരുവിത്തുറയിലെ പ്രമുഖ ബാങ്കിന്റെ CDMൽ നിന്ന് കള്ളനോട്ടുകൾ ലഭിച്ചതിനെ തുടർന്ന് ബാങ്ക് അധികൃതർ പോലീസിൽ പരാതി നൽകിയിരുന്നു. ജില്ലാ പോലീസ് മേധാവി K കാർത്തിക്കിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ ശാസ്ത്രീയ പരിശോധനയിൽ ഫിറോസ് ആണ് CDMൽ കള്ളനോട്ടിട്ടതെന്ന് കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഫിറോസിനെ കൂടാതെ 2 പേർ കൂടി പിടിയിലായത്. പാലക്കാട്ട് നിന്നാണ് കള്ളനോട്ട് ലഭിച്ചതെന്നാണ് ഇവർ നൽകിയിരിക്കുന്ന വിവരം. കള്ളനോട്ടിന്റെ ഇടനിലക്കാരനായ അബ്ദുള്ള ഒളിവിലാണെന്നാണ് സൂചന. സംഭവത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളും പരിശോധന നടത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പാലാ പൊൻകുന്നം റോഡിൽ ഇളംകുളം പള്ളിക്കവലയിലുള്ള വെയിറ്റിംഗ് ഷെഡ് തകർന്നു കിടക്കുന്നത് സമീപത്തെ സെന്റ് മേരീസ് LP സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഭീഷണിയാകുന്നു. പാലാ ഭാഗത്തേക്ക് ബസ് കാത്തു നിൽക്കുന്നവർക്ക് ഉപകരിച്ചിരുന്ന വെയിറ്റിംഗ് ഷെഡ് തകർന്നിട്ട് നാളുകളായി. നഷ്ടപരിഹാരം പൂർണ്ണമായി ഈടാക്കിയിട്ടും പുനർനിർമ്മിക്കാൻ പൊതുമരാമത്ത് വകുപ്പിന് സമയമില്ല. പാലാ പൊൻകുന്നം റോഡിൽ ഇളംകുളം പള്ളിക്കവലയിൽ തകർന്നു കിടക്കുന്ന വെയിറ്റിംഗ് ഷെഡ് സമീപത്തെ സെന്റ് മേരീസ് LP സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അപകട ഭീഷണിയാകുന്നു. കഴിഞ്ഞ നവംബർ മാസമാണ് വാഹനമിടിച്ച് വെയിറ്റിംഗ് ഷെഡും വെയിറ്റിംഗ് ഷെഡിന്റെ ഷീറ്റും കമ്പികളും ഉൾപ്പെടെയുള്ള ഭാഗം സ്കൂൾ മതിലിന് മുകളിലൂടെ വളപ്പിലേക്ക് മറിഞ്ഞത്. സ്കൂൾ മുറ്റത്തുകൂടി സഞ്ചരിക്കുന്ന കുട്ടികൾക്ക് ഇത് ഏറെ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. സ്കൂൾ അധികൃതർ ഇത് സംബന്ധിച്ച് പഞ്ചായത്ത് ഓഫീസിലും പോലീസ് സ്റ്റേഷനിലും പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. പാലാ ഭാഗത്തേക്ക് ബസ് കാത്തു നിൽക്കുന്ന ഉപകരിച്ചിരുന്ന ഷെഡ് തകർന്നിട്ട് നഷ്ടപരിഹാരം പൂർണ്ണമായി വാഹന ഉടമയിൽ നിന്നും ഈടാക്കിയിട്ടും പൊതുമരാമത്ത് വകുപ്പ് പുനർനിർമ്മിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല. ഇളംകുളം പള്ളി, LP സ്കൂൾ, ഹൈസ്കൂൾ, മൃഗാശുപത്രി, ആയുർവേദാശുപത്രി എന്നിവയുള്ള കവലയിൽ എപ്പോഴും യാത്രക്കാരുടെ തിരക്കാണ്. ഇവരെല്ലാം മഴക്കാലത്ത് നനഞ്ഞു നിൽക്കേണ്ട ഗതികേടാണ് ഇപ്പോഴുള്ളത്. എതിർവശത്ത് പൊൻകുന്നം ഭാഗത്തേക്ക് യാത്രക്കാർ കാത്തിരിക്കുന്ന വെയിറ്റിംഗ് ഷെഡ് അപകട നിലയിലായിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോട്ടയം നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായി നിർദ്ദേശിക്കപ്പെടുന്ന ആകാശപാതയെ ചൊല്ലി വിവാദം കത്തുമ്പോൾ ആകാശപാത നിർമ്മിക്കുക തന്നെ വേണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെടുന്നു. അതേസമയം ആകാശപാതയ്ക്ക് സമീപം റോഡ് മുറിച്ചുകടന്ന കാൽനട യാത്രക്കാരിക്ക് ടോറസ് ലോറി ഇടിച്ച് ഗുരുതരമായി പരിക്കേറ്റു. കോട്ടയം നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLAയുടെ താൽപര്യപ്രകാരം 2016 ആകാശപാത പദ്ധതിക്ക് തുടക്കമിട്ടത്. 8 വർഷങ്ങൾ കഴിഞ്ഞിട്ടും കാര്യമായ പണിയൊന്നും നടന്നിട്ടില്ല. ആകാശപാത പൊളിച്ചു കളയണമെന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്നുമാണ് സർക്കാരിന്റെ നിലപാട്. രാഷ്ട്രീയ വിവാദം കനക്കുന്നതിനിടെ ആകാശപാത പദ്ധതി പൂർത്തിയാക്കണമെന്ന നിലപാടാണ് നഗരത്തിലെത്തുന്ന കാൽനട യാത്രക്കാർക്കുള്ളത്. തിരക്കേറിയ ശീമാട്ടി റൌണ്ടാനയുടെ ഭാഗത്ത് റോഡ് മുറിച്ചു കടക്കുന്നത് ഏറെ ദുഷ്കരമാണെന്നും ആകാശപാതയുണ്ടെങ്കിൽ റോഡ് മുറിച്ചു കടക്കാൻ സഹായകമാകുമെന്ന നിലപാടാണ് ജനങ്ങൾക്കുള്ളത്. തീർച്ചയായിട്ടും ഇത് നമുക്ക് വേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇത്രയും തിരക്ക് കോട്ടയത്തെ ഒഴിവാക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇവിടെ എന്നും നിരവധി കണ്ടുവരുന്നതാണ് ഈ ക്രോസ് ചെയ്യുന്നതും മറ്റു ആൾക്കാർ നടന്നു പോകുന്നതുമല്ല. ഇത്രയും തിരക്ക് തന്നെ നമ്മുടെ ഈ ആകാശപാത വന്നു കഴിഞ്ഞാൽ തന്നെ കുറയ്ക്കാൻ പറ്റും. കാരണം അതിനുള്ള സജ്ജീകരണങ്ങളാണ് ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ സാർ നൽകുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇത് വേണ്ട ഒരു സംരംഭം തന്നെയാണ്. ജനങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണപ്രദമായ ഒരു കാര്യമാണ്. ആകാശപാത വരുന്നത് നല്ലതാണ്. പക്ഷെ അത് ഉപകാരപ്രദമായ രീതിയിൽ ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പം പണിതേക്കുന്നതൊക്കെ ഇങ്ങനെ എത്ര വർഷങ്ങളായിട്ട് ഇങ്ങനെ നടക്കുന്നു. സർക്കാർ മുൻകൈ എടുത്ത് ഒരു ഫണ്ട് MLA ഫണ്ടൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നതാണെങ്കിൽ ഏറ്റവും നല്ല ഒരു പരിപാടിയാണ്. ഇത് സർക്കാർ കാശ് മുടക്കിയിട്ട് ചെയ്തതല്ലേ. അപ്പോൾ അത് കളയുക എന്ന് പറയുന്നത് ശരിയല്ലല്ലോ.
അതേസമയം ഇന്ന് പകൽ തിരക്കേറിയ റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന കാൽനട യാത്രക്കാരിക്ക് ടിപ്പർ ലോറിയിടിച്ച് ഗുരുതരമായി പരിക്കേറ്റു. പങ്ങട സ്വദേശിനിയായ വീട്ടമ്മയുടെ കാലിലാണ് ഗുരുതരമായി പരിക്കേറ്റത്. അപകടം കണ്ടതിന്റെ ഞെട്ടലിലാണ് ജനങ്ങൾ. പച്ച കളർ വണ്ടി ആ ഇതിന് പോയിട്ടുണ്ട്. ആ പയ്യനെ കൊണ്ടുപോയേക്കുന്നു. നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? അവനവിടെ ക്രോസ് ചെയ്തതാ. പക്ഷേ ആ കൊച്ചിന് എത്ര പൊക്കമുള്ളതുണ്ട്, വണ്ടി കണ്ടില്ല. എത്ര പൊക്കമുള്ള വണ്ടിയല്ലേ, ആ ചക്കനും കണ്ടില്ല. എന്നാലും ആ കൊച്ചു അടിയിപ്പോയി. ഞാൻ നോക്കുമ്പോൾ ആ കൊച്ചു നിരങ്ങി വരുക. ജനങ്ങൾക്ക് ഭീതി കൂടാതെയും ഗതാഗതക്കുരുക്കിൽപ്പെടാതെയും റോഡ് മുറിച്ചു കടക്കാൻ ആകാശപാത വേണമെന്ന ആവശ്യമാണ് നഗരവാസികൾക്കുള്ളത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം ജനറൽ ആശുപത്രിയിൽ നിർമ്മിക്കുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ നിർമ്മാണത്തിനായി മണ്ണ് നീക്കം ചെയ്യുന്ന ജോലികൾ ഇപ്പോൾ അനിശ്ചിതത്വത്തിൽ. നീക്കം ചെയ്യുന്ന മണ്ണ് നഗരത്തിനുള്ളിൽ തന്നെയുള്ള പ്രദേശത്ത് നിക്ഷേപിക്കുന്നതിനായി കഴിഞ്ഞ ദിവസം നടന്ന അവലോകന യോഗത്തിൽ തീരുമാനമായിരുന്നു. കോട്ടയം ജനറൽ ആശുപത്രിയിൽ കിഫ്ബി നിർമ്മിക്കുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് 2018-ലാണ്. 220 കോടി രൂപയുടെ ബൃഹത് പദ്ധതിയാണിത്. 2026 ജനുവരി മാസത്തിൽ പണികൾ തീർക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ ആശുപത്രി പണിയുന്നതിനായി മണ്ണ് നീക്കുന്ന ജോലികൾ ഇപ്പോൾ അനിശ്ചിതത്വത്തിലാണ്. ഈ മണ്ണ് ഏറ്റുമാനൂർ, കോട്ടയം നിയോജക മണ്ഡലങ്ങളിലെ റോഡുകളടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലവിൽ നടക്കുന്നില്ലാത്തതിനാൽ നഗരത്തിനുള്ളിൽ തന്നെയുള്ള പ്രദേശത്ത് ഈ മണ്ണ് നിക്ഷേപിക്കാൻ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗം തീരുമാനിച്ചിരുന്നു. അനിശ്ചിതത്വം ഉടൻ നീക്കാൻ കഴിയുമെന്ന് പ്രത്യാശിക്കുന്നതായി ആശുപത്രി വികസന സമിതി അംഗം PK ആനന്ദക്കുട്ടൻ പറഞ്ഞു. നമ്മുടെ ഈ 10 നില കെട്ടിടം എന്ന് പറയുന്ന ഒരു ഡ്രീം പ്രോജക്റ്റാണ്. ആ ഡ്രീം പ്രോജക്റ്റ് നടപ്പാക്കിയെങ്കിൽ മാത്രമേ ഇവിടെ വാർഡുകളെല്ലാം, അതായത് 7 മുതൽ 12 വാർഡുകളെല്ലാം പൊളിച്ചു നീക്കി ഏതാണ്ട് 100-ലധികം ബെഡുകളാണ് നമുക്കില്ലാത്തത്. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ദൈനംദിനം ഇവിടെ രോഗികൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് കിടത്തി ചികിത്സിക്കുന്നതിനാവശ്യമായ ബെഡുകളില്ലാതിരിക്കുകയാണ്. അതിങ്ങനെ അനിശ്ചിതത്തിലേക്ക് പോയാൽ നമുക്ക് രോഗികൾക്ക് മതിയായ ചികിത്സ കൊടുക്കാൻ കഴിയാത്ത ഒരവസ്ഥ വരും. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിയും അതുപോലെ MLAയും ജില്ലാ കളക്ടറും ജില്ലാ പഞ്ചായത്ത് അധികാരികളും അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റിയും കൂടെ ചേർന്ന് ഇവിടുത്തെ ഈ പ്രതിസന്ധി എത്രയും വേഗം പരിഹരിച്ച് ഇവിടെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം. ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ഊർജിതമാക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം ബേക്കർ മെമ്മോറിയൽ സ്കൂളിൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഒരുക്കിയ വിവിധ പരിപാടികൾ ശ്രദ്ധേയമായി. ബോധവൽക്കരണ സന്ദേശ റാലി, സ്കിറ്റ്, ഫ്ലാഷ് മോബ് തുടങ്ങിയവ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടന്നു. കോട്ടയം ബേക്കർ മെമ്മോറിയൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനാചരണം നടത്തി. സ്കൂളിലെ വിവിധ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ നടന്ന ബോധവൽക്കരണ സന്ദേശ റാലിയോടെയാണ് പരിപാടികൾ ആരംഭിച്ചത്. സ്കൂൾ അങ്കണത്തിൽ നിന്ന് ആരംഭിച്ച് കോട്ടയം ചുറ്റി നടന്ന റാലിയിൽ ലഹരി വിരുദ്ധ സന്ദേശങ്ങളുമായുള്ള പ്ലക്കാർഡുകളേന്തി കുട്ടികൾ പങ്കെടുത്തു. NCC, SPC, JRC, ഗൈഡ്സ്, ലിറ്റിൽ കൈറ്റ്സ് എന്നീ യൂണിറ്റുകളിലെ വിദ്യാർത്ഥി പ്രതിനിധികൾ റാലിയിൽ പങ്കെടുത്തു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ബിനു വർഗീസ് റാലിയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. SPC ഡ്രിൽ ഇൻസ്ട്രക്ടർ സുനിൽ കുമാർ PS മുഖ്യ അതിഥിയായി. SPC വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ സന്ദേശം നൽകുന്ന ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. അരുതലഹരി എന്ന ആശയം പൊതുജനങ്ങളിൽ എത്തിക്കുക എന്നത് മുൻനിർത്തിയാണ് പരിപാടികൾ നടന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഇന്ന് ലോക ചക്ക ദിനം. നാരുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവയാൽ സമ്പുഷ്ടമാണ് ചക്ക. വരൾച്ചയെയും തീവ്ര കാലാവസ്ഥയെയും പ്രതിരോധിക്കാൻ പ്ലാവിന് പ്രത്യേക കഴിവുണ്ട്. നമ്മുടെ സ്വന്തം ചക്കയ്ക്ക് ഒരു ദിനമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ജൂലൈ 4 ഇന്ന് ലോക ചക്ക ദിനം. മലയാളികളുടെ തീന്മേശയിലെ എന്നുമുള്ള ഇഷ്ടവിഭവമാണ് ചക്ക. കാലം മാറിയപ്പോൾ ഇടയ്ക്ക് ചക്കയുടെ പ്രിയം നഷ്ടപ്പെട്ടെങ്കിലും കൊറോണ കാലവും ലോക്ക്ഡൌണും വീണ്ടും ചക്കയെ മലയാളികളുടെ പ്രിയപ്പെട്ട വിഭവമാക്കി. കേരളത്തിന്റെ ഔദ്യോഗിക ഫലം കൂടിയാണ് ചക്ക. ചക്ക കൂടുതൽ ഏഷ്യയിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതെങ്കിലും കോളനിവൽക്കരണത്തിന്റെ ഫലമായി ഇന്ന് ചക്ക ലോകമെമ്പാടും വളരുന്നു. വിറ്റാമിനുകളുടെയും ആന്റി ഓക്സിഡന്റുകളുടെയും കലവറ കൂടിയാണ് ഈ ഫലം. ജാം, സ്ക്വാഷ്, ജ്യൂസ്, ചക്ക വറുത്തത്, ചക്കക്കുരു ഫ്രൈ, കേക്ക്,
കേക്ക്, ഹൽവ എന്നിങ്ങനെ രുചികരമായ നിരവധി വിഭവങ്ങളായാണ് ചക്ക ഇപ്പോൾ വിപണി കീഴടക്കുന്നത്. പഴത്തിന്റെ ആരോഗ്യ ഗുണങ്ങൾ എടുത്തുകാട്ടാനും അതിന്റെ വൈവിധ്യം ആഘോഷിക്കാനുമുള്ള മികച്ച മാർഗം തന്നെയാണ് ചക്കദിനം. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ചേർപ്പൊങ്കലിലെ പഴയ പാലം നവീകരിക്കും. കൈവരികൾ പുതുക്കി സുരക്ഷിതമാക്കും. ചേർപ്പൊങ്കൽ പഴയ പാലം നവീകരിക്കുന്നു. പഴയ പാലത്തിന്റെ കൈവരികൾ പുതുക്കി സുരക്ഷിതമാക്കുന്നതുൾപ്പെടെയുള്ള നവീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ തീരുമാനമായതായി മോൻസ് ജോസഫ് MLA പറഞ്ഞു. ചേർപ്പൊങ്കൽ പാലത്തിന് സമീപം ജനപ്രതിനിധികളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ആലോചനാ യോഗത്തിലാണ് നവീകരണം നടത്താൻ തീരുമാനിച്ചത്. പഴയ പാലം ഇപ്പോൾ അതിൻ്റെ കൈവരികളെല്ലാം അപകടാവസ്ഥയിൽ നിൽക്കുകയാണ്. ആ കൈവരികൾ സുരക്ഷിതമാക്കി മാറ്റി അതോടൊപ്പം തന്നെ പാലത്തിൻ്റെ ഒരു സുരക്ഷ ഉറപ്പാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടി നടക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ആ വർക്ക് കൂടി സ്റ്റാർട്ട് ചെയ്യുക. രണ്ട് വശത്തും കൈവരികൾ സുരക്ഷിതമാക്കുന്ന ജോലികളും അതുപോലെ ചേർപ്പൊങ്കൽ പാരിശാലം പള്ളി ഇരിക്കുന്ന ഈ ഭാഗത്ത് കയറുന്ന ഭാഗത്തൊരു വണ്ടികളെല്ലാം അവർ അടിച്ച് ഒരു ഉയര വ്യത്യാസം വന്നിരിക്കുന്നതുകൊണ്ട് ഇവിടെ വാഹനങ്ങൾ ഇടിച്ചാണ് കയറിപ്പോകുന്നത്. അതിന് പകരം നമുക്കതൊന്ന് സ്മൂത്തായി ലെവൽ ചെയ്യാനുള്ള ഒരു നീക്കം കൂടെ ഞങ്ങളിപ്പോൾ സ്ഥലം പരിശോധിച്ചപ്പോൾ കാണുകയുണ്ടായി. സ്റ്റാർ വിഷൻ ഉൾപ്പെടെ നേരത്തെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വിഷയമാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ പഞ്ചായത്ത് ജനപ്രതിനിധികളും PWD ഉദ്യോഗസ്ഥരും ഞങ്ങൾ സംയുക്തമായി ഇവിടെ വന്ന് പരിശോധിച്ചപ്പോൾ അതുകൂടി ഒന്ന് ലെവൽ ചെയ്തുകൊണ്ട് ഈ വർക്ക് നടത്തുന്നതാണ് ജനോപകാരപ്രദം എന്നുള്ളതുകൊണ്ട് ആ രീതിയിലേക്ക് റീഅറേഞ്ച് ചെയ്യാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയേക്കൽ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PG സുരേഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ സുരേഷ് തുടങ്ങിയവരും MLAയ്ക്ക് ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലാ. അന്താരാഷ്ട്ര സഹകരണ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ശനിയാഴ്ച കോട്ടയത്ത് സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ നിർവഹിക്കും. സഹകരണത്തിലൂടെ നല്ല നാളെ സൃഷ്ടിക്കുക എന്നതാണ് ഈ വർഷത്തെ സഹകരണ ദിനാചരണത്തിന്റെ മുദ്രാവാക്യം. ഈ മുദ്രാവാക്യം യാഥാർത്ഥ്യമാക്കുന്ന വിവിധങ്ങളായ പദ്ധതികൾ വിഭാവനം ചെയ്താണ് സഹകരണ വകുപ്പ് ദിനാചരണം നടത്തുന്നതെന്ന് സംസ്ഥാന സഹകരണ യൂണിയൻ മാനേജിംഗ് കമ്മിറ്റി അംഗം KM രാധാകൃഷ്ണൻ കോട്ടയത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 2024 ജൂലൈ 6 ശനിയാഴ്ച കോട്ടയത്ത് മാമന്മാപ്പിള ഹാളിൽ സംസ്ഥാനതല ഉദ്ഘാടനം നടക്കും. യഥാർത്ഥത്തിൽ 1923 ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ് എല്ലാ ജൂലൈ മാസത്തെ ആദ്യ ശനിയാഴ്ച ലോകമെമ്പാടും അന്താരാഷ്ട്ര സഹകരണ ദിനമായി ആചരിക്കണം എന്ന് തീരുമാനിച്ചത്. വ്യത്യസ്ത മേഖലയിലെ സഹകരണ സ്ഥാപനങ്ങളെക്കുറിച്ച് അവബോധം ഉണ്ടാവാൻ, അതേപോലെ തന്നെ ഭാവി പ്രവർത്തനങ്ങൾ സഹകരണ മേഖലയിൽ എങ്ങനെയാവണം തുടങ്ങിയ ചർച്ചകളാണ് ഈ സഹകരണ ദിനാചരണത്തിന്റെ ഭാഗമായി എല്ലാ മേഖലകളിലും നടക്കുന്നത്. പാമ്പാടി ഗ്രാമപഞ്ചായത്തിൽ പാലിയേറ്റീവ് കട്ടിൽ വിതരണം ചെയ്തു. 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കിടപ്പ് രോഗികൾക്കായി കട്ടിലുകൾ വിതരണം ചെയ്തത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഡാലി റോയ് അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ്മ എബ്രഹാം മുഖ്യപ്രഭാഷണം നടത്തി. CM മാത്യു, P ഹരികുമാർ, സാബു M എബ്രഹാം, ശശികല PS, സന്ധ്യ രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഭരണങ്ങാനം പഞ്ചായത്തിലെ ഇടപ്പാടി അയ്യമ്പാറയിൽ കള്ളുഷാപ്പ് പ്രവർത്തനം തുടങ്ങിയതിനെതിരെ വ്യാപക പ്രതിഷേധം. ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് പ്രവർത്തിക്കാൻ കഴിയാതെ പോയ കള്ളുഷാപ്പാണ് 2 വർഷത്തിന് ശേഷം ഇവിടെ പ്രവർത്തനം തുടങ്ങിയത്. ജനങ്ങൾ സംഘടിച്ച് പ്രതിഷേധിച്ചതോടെ പോലീസും സ്ഥലത്തെത്തി. ഭരണങ്ങാനം പഞ്ചായത്ത് 9-ാം വാർഡിൽ അയമ്പാറയിലാണ് ജനവാസ കേന്ദ്രത്തിൽ റോഡിനോട് ചേർന്ന് കള്ളിഷാപ്പ് ആരംഭിക്കുന്നത്. 2022 പച്ചക്കറിക്കട തുടങ്ങാൻ എന്ന വ്യാജേന ലൈസൻസ് എടുത്ത ശേഷം കള്ളുഷാപ്പ് ലൈസൻസിലുള്ള നീക്കം നടത്തിയതോടെയാണ് ജനങ്ങൾ സംഘടിച്ചത്. ചുറ്റും വീടുകളും സ്കൂൾ വിദ്യാർത്ഥികളടക്കം ബസ് കാത്തുനിൽക്കുന്ന സ്ഥലവുമായ ഇവിടെ കള്ളുഷാപ്പ് ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് നാട്ടുകാർ പറയുന്നു. സ്ത്രീകളും കുട്ടികളും ഒക്കെ ഇവിടെ വന്നിരിക്കുകയും സംസാരിക്കുകയും സമയം ചിലവഴിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. മാത്രമല്ല ഇതിലെ കുട്ടികളൊക്കെ ട്യൂഷന് പോവുകയും ട്യൂഷനൊക്കെ കഴിഞ്ഞ് സന്ധ്യ കഴിഞ്ഞ് രാത്രി 7 മണി 7:30 സമയത്ത് കുട്ടികളൊക്കെ തിരിച്ചു പോകുന്നൊക്കെ ഒരു സാഹചര്യമുണ്ട്. പത്രത്തിൽ ഇവിടെ ഒരു ഷാപ്പ് വന്നു കഴിയുമ്പം അത് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. നാലുംകുടിയ കവലയിലെ 100 കണക്കിന് പിള്ളേർ ഇവിടെ വന്ന് ഇറങ്ങുകയും അതുപോലെ വാഹന സൗകര്യത്തിനായിട്ട് എത്തപ്പെടുകയും ചെയ്യുന്ന ഈ സ്ഥലത്ത് കുട്ടികൾ യഥേഷ്ടം ഏത് സമയത്തും ആർക്കും പരിശോധിക്കാവുന്നതാണ്. ഒരു 4 മണിക്കും 8 മണിക്കും ഉള്ള സമയത്ത് ഒരു 50ഓളം കുട്ടികൾ ഇതിലെ നടന്ന് യാത്ര ചെയ്യുന്നതാണ്. ആ കുട്ടികൾക്കെല്ലാം ദോഷമാകും. ഈ പ്രദേശത്തുള്ള ആൾക്കാരല്ല ഇവിടെ മദ്യപാനമായിട്ട് വരുന്നത്. മറ്റ് പ്രദേശത്തു നിന്ന് വന്നിട്ട് ഉണ്ടാകുന്ന ശല്യങ്ങളെക്കുറിച്ചും ഒക്കെ ഞങ്ങൾ വ്യാകുലപ്പെടുകയാണ്. അപ്പം അതുകൊണ്ട് ഈ ഷാപ്പ് ഈ
ഇവിടെ നിർമ്മിക്കാനും ഇവിടെ വിൽക്കാനും ഉപയോഗിക്കുന്ന ഈ കെട്ടിടവും അതുപോലെ ഈ ഷാപ്പും നമുക്കിവിടെ ആവശ്യമില്ല. 50 മീറ്റർ പോലും അകലെ അല്ലാതെയാണ് സ്ഥലത്തെ അംഗൻവാടി ഉള്ളത്. പ്രതിഷേധവും പരാതികളും ശക്തമായതോടെ ഷാപ്പ് ഇവിടെ ആരംഭിക്കാനാകാതെ പോവുകയായിരുന്നു. ഒരു റബ്ബർ തോട്ടത്തിലേക്ക് മാറ്റി കച്ചവടം ആരംഭിച്ചുവെങ്കിലും ഇവിടെ കച്ചവടം കുറവാണെന്ന പേരിലാണ് ഇപ്പോൾ പഴയ സ്ഥലത്തേക്ക് തന്നെ തിരികെ എത്തിയിരിക്കുന്നത്. ആവശ്യമായ ലൈസൻസ് നേടിയാണ് ഷാപ്പ് തുടങ്ങുന്നതെന്നാണ് ഉടമയുടെ വാദം. 4 മണിയോടെ ഇവിടെ കള്ളെത്തിച്ചു എന്ന വാർത്ത പരന്നതോടെ പ്രദേശത്തെ ജനങ്ങൾ ഒന്നാകെ സംഘടിക്കുകയായിരുന്നു. നൂറുകണക്കിന് വീടുകൾ അടുത്തടുത്ത്, അത് നൂറുകണക്കിന് ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ഈ ഗ്രാമത്തിലേക്ക് പുതിയതായിട്ടൊരു ഷാപ്പ് നിർമ്മാണം പൂർത്തീകരിച്ചു വന്നിരിക്കുകയാണ്. ഇന്നലെ പെട്ടെന്ന് 5 മണിക്ക് ഷാപ്പിലെ വിൽപ്പന ആരംഭിക്കുകയും ഏറെ ജനവാസ കേന്ദ്രമായ ഈ അയ്യമ്പാറ ജംഗ്ഷനിൽ നൂറുകണക്കിന് ആൾക്കാർ, കുട്ടികൾ ഉൾപ്പെടെ ഉള്ളവർ ബസ് കയറാനും മറ്റുമൊക്കെ ഈ ജംഗ്ഷനിലാണ് സ്കൂൾ ബസ് കയറാൻ വേണ്ടി എത്തിച്ചേരുന്നത്. തീർച്ചയായിട്ടും ഈ നാട്ടിലുള്ള ജനങ്ങളുടെ സ്വാതന്ത്ര്യവും സ്വൈര്യ ജീവിതത്തിനും തടസ്സം നിൽക്കുന്ന ഈ ഷാപ്പ് ഈ നാട്ടിൽ പാടില്ല എന്നും ഇന്ന് ഒരു സൂചന സമരം ഇന്നു മുതൽ തുടങ്ങുകയും വരും ദിവസങ്ങളിൽ ഈ സമരം ഘടിപ്പിച്ചുകൊണ്ട് വളരെ ശക്തമായ സമര പരിപാടികളുമായിട്ട് ഈ ജനകീയ മുന്നണി രൂപീകരിച്ചുകൊണ്ട് മദ്യവിരുദ്ധ സമിതി, അതായത് ഈ ഷാപ്പ് വിരുദ്ധമായ ഒരു സമര സമിതി രൂപീകരിക്കുകയും വളരെ ശക്തമായ സമരം മുന്നോട്ട് കൊണ്ടുപോവുകയും നാട്ടിൽ ഷാപ്പ് വേണ്ട എന്ന് ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും ഒറ്റ ഏകസ്വരത്തോടു കൂടി പറഞ്ഞുകൊണ്ട് ഈ ഷാപ്പിനെതിരെയുള്ള സമര പരിപാടികൾക്ക് കളക്ടർ ഉൾപ്പെടെ അല്ലെ എക്സൈസ് ഇൻസ്പെക്ടർ ഉൾപ്പെടെ ഉള്ളവർക്ക് എല്ലാവർക്കും പരാതി ഇന്ന് തന്നെ നൽകും. സംഘർഷാവസ്ഥയെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. ഷാപ്പ് നടത്താൻ ആവശ്യമായ രേഖകളുണ്ടെന്നും ജനങ്ങൾ നിയമപരമായി നീങ്ങണമെന്നുമാണ് പോലീസിന്റെ നിലപാട്. ചുറ്റും വീടുകളും ബസ് സ്റ്റോപ്പും സമീപത്ത് അംഗൻവാടിയും ഉള്ളത് പരിഗണിക്കാതെ ലൈസൻസ് നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെയും പ്രതിഷേധമുയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലാ. അറിയിപ്പ്: കാഞ്ഞിരപ്പള്ളി ബ്ലോക്കിൽ രാത്രികാല അടിയന്തര മൃഗചികിത്സാ സേവനത്തിനായി വെറ്ററിനറി ഡോക്ടർമാരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. കേരള സ്റ്റേറ്റ് വെറ്ററിനറി കൗൺസിൽ രജിസ്റ്റർ ചെയ്ത വെറ്ററിനറി സയൻസ് ബിരുദധാരികൾക്കാണ് അവസരം. ഇവരുടെ അഭാവത്തിൽ സർവീസിൽ നിന്നും വിരമിച്ച വെറ്ററിനറി ഡോക്ടർമാരെയും പരിഗണിക്കും. അഭിമുഖത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവരെ 90 ദിവസത്തേക്കാണ് നിയമിക്കുന്നത്. താൽപര്യമുള്ളവർ ബയോഡാറ്റ, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസൽ പകർപ്പുകൾ എന്നിവ സഹിതം 5-ാം തീയതി പകൽ 11-ന് കളക്ടറേറ്റിലുള്ള ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിലെത്തണം. ഫോൺ 048125637726. വയല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HST ജൂനിയർ ഹിന്ദി തസ്തികയിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. അഭിമുഖം വെള്ളിയാഴ്ച പകൽ 11-ന് നടത്തും. യോഗ്യരായവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെത്തണം. കെൽട്രോൺ നടത്തുന്ന മോണ്ടിസോറി അധ്യാപക പരിശീലന കോഴ്സിന്റെ പുതിയ ബാച്ചിലേക്ക് വനിതകൾക്ക് അപേക്ഷിക്കാം. പ്രായപരിധിയില്ല. ഫോൺ 9072924112. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഈരാറ്റുപേട്ടയിൽ ലക്ഷങ്ങളുടെ കള്ളനോട്ട് പിടികൂടിയ സംഭവം. അറസ്റ്റിലായ 3 പേർ റിമാൻഡിൽ. കള്ളനോട്ട് എത്തിച്ചവരെ കുറിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി. ഇളങ്കുളം പള്ളിക്കവലയിലുള്ള വെയിറ്റിംഗ് ഷെഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് 9 മാസം. വെയിറ്റിംഗ് ഷെഡ് മറിഞ്ഞു കിടക്കുന്നത് സമീപത്തെ സെന്റ് മേരീസ് LP സ്കൂളിന്റെ മതിലിലേക്ക്. വിദ്യാർത്ഥികൾക്ക് ഭീഷണി. കോട്ടയത്ത് ആകാശപാതയ്ക്ക് സമീപം ലോറിയിടിച്ച് വീട്ടമ്മയ്ക്ക് ഗുരുതര പരിക്ക്. ഗതാഗതക്കുരുക്ക് കുറയ്ക്കാൻ ആകാശപാത നിർമ്മിക്കുക തന്നെ വേണമെന്ന് കാൽനടക്കാർ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.